പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ടെൻസ് കണ്ടിന്യൂസ് എന്നുള്ള ഒരു തുടർച്ചയാണ് കാണിക്കുന്നത്. വർത്തമാനകാലത്തിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ വർത്തമാനകാലത്തിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അയാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അയാൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ഫുട്ബോൾ അയാളാൽ കളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ അരോചകമായി തോന്നുമെങ്കിലും ഇംഗ്ലീഷിൽ ഇത്തരം സെന്റൻസുകൾ പ്രാധാന്യമുള്ളതാണ്, പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. He is playing football. അയാൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇതിന് ഹി എന്നുള്ളത് സബ്ജക്റ്റും ഈസ് പ്ലേയിങ് എന്നുള്ളത് വെർബും ഫുട്ബോൾ എന്നുള്ളത് ഓബ്ജക്റ്റുമാണ്. അതായത് SVO പാറ്റേണിലുള്ള ഈ സെന്റൻസ് നമ്മൾ OVS പാറ്റേണിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. SVO പാറ്റേണിലുള്ള ഈ സെന്റൻസ് OVS പാറ്റേണിലേക്ക് മാറ്റാണ്. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എന്നീ നിലയിലാണ് ഉള്ളത് ഈ സെന്റൻസ്. ഇത് നമ്മൾ ഓബ്ജക്റ്റ് വെർബ് സബ്ജക്റ്റ് എന്നീ രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച മാതിരി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ verb പ്ലസ് ബൈ ഏജന്റ് എന്നാണ്. ഈ ടെൻസിൽ നമ്മൾ ഈ ബീയിങ് എന്നുള്ളത് കൂട്ടിച്ചേർക്കുന്നു. ഉദാഹരണമായിട്ട് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബീയിങ് ബൈ ഏജന്റ് ഓർ സബ്ജക്റ്റ്. ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫോർമുല. ഓബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബീയിങ് ബൈ ഏജന്റ്. ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളത് അയാൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിക്കുക എന്നുള്ളത് ഒരു ട്രാൻസിറ്റീവ് verb ആണ്. പ്ലേയിങ് ഈസ് എ ട്രാൻസിറ്റീവ് verb, അതായത് കർമ്മമുള്ള ഒരു ക്രിയയാണെന്നർത്ഥം. എന്തിനെ കളിക്കുന്നു, ആരിനെ കളിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് ഉത്തരം കിട്ടുന്നു. ഫുട്ബോളിനെ കളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഫുട്ബോൾ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ഫുട്ബോൾ ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബീയിങ് played by him. ഇതാണ് അതിന്റെ കറക്റ്റ് മെത്തേഡ്. ഫുട്ബോൾ ഈസ് ബീയിങ് പ്ലേഡ് ബൈ ഹിം. ഇനി ഇവിടെ ഓബ്ജക്റ്റ് വരുന്നത് ഒരു പ്ലൂറൽ ആണെങ്കിൽ ആർ അതിന് പകരമായി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, she is plucking two flowers. She is plucking two flowers. അവൾ രണ്ട് പുഷ്പങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ മലയാളം. അപ്പോൾ അത് രണ്ട് പുഷ്പങ്ങൾ അവളാൽ പറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സെന്റൻസിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. Two flowers. തീർച്ചയായും two flowers എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ അതിന് ആർ ചേർക്കണം. Two flowers are being plucked by her. Two flowers are being plucked by her എന്നാണ് അതിന്റെ കറക്റ്റ്
കർമ്മണി പ്രയോഗം. ഉദാഹരണമായിട്ട് when we are changing a sentence into active voice from active voice to passive voice, we must use object, then are അല്ലെങ്കിൽ or is or am plus being plus the third form of the verb plus by agent. Agent means here it is she and we can change she into her. അങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ഒരു സെന്റൻസ് മാറ്റുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി. I am looking her. I am looking her. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ മലയാളം. ഇനി അവൾ എന്നാൽ നോക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കർമ്മണി പ്രയോഗം, പാസീവ് വോയിസ്. ഹെർ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഷീ ഈസ് ബീയിങ്, the third form of the verb can be used looked by me. ഇതാണ് അതിൻ്റെ കറക്റ്റ് സെന്റൻസ്. ഷീ ഈസ് ബീങ് ലുക്ഡ് ബൈ മീ. ഇവിടെ SVO പാറ്റേണിനുള്ള ഒരു സെന്റൻസ് OVS പാറ്റേണിലേക്ക് മാറ്റി. ഇതിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുമ്പോൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന വാചകങ്ങൾ കർത്തരി പ്രയോഗവും, അതായത് ആക്റ്റീവ് വോയിസ് എന്നും, കർമ്മത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് കർമ്മണി പ്രയോഗമെന്നും പാസീവ് വോയിസ് എന്നും നമ്മൾ പറയുന്നു. ഇത്തരം സെന്റൻസുകൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഷീ വാസ് ടോൾഡ് എ സ്റ്റോറി, അയാളോട് ഒരാൾ കഥ പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു പ്രയോഗം ഇംഗ്ലീഷിൽ സ്വാഭാവികമാണ്. പലപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷ്. മലയാളത്തിൽ അത്രത്തോളം പ്രയോഗത്തിലില്ലെങ്കിലും ടെൻസ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള ഓബ്ജക്റ്റ് ഉണ്ടാവും. ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. പ്രത്യക്ഷത്തിലുള്ള കർമ്മവും പ്രത്യക്ഷത്തിലല്ലാത്ത കർമ്മവും ആണ് നമ്മൾ പഠിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന രീതി ഇല്ല എങ്കിലും ഇംഗ്ലീഷിൽ അത് സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. നമുക്ക് നോക്കാം. കണ്ടിന്യൂ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ആം ചെക്കിംഗ് യുവർ ബാഗ് നൗ എന്ന് ചേർത്തോളൂ. ഐ ആം ചെക്കിംഗ് യുവർ ബാഗ് നൗ. യെസ്, നമ്മൾ ചോദിക്കുക ചെക്ക് എന്നുള്ള വെർബിനോട് ആരിനെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുന്നു. എന്തിനാണ്? യുവർ ബാഗ്, അതാണ് കറക്റ്റ്. യുവർ ബാഗ്, അതാണ് ഓബ്ജക്റ്റ്. യുവർ ബാഗ് ഈസ് ബീയിങ് ചെക്ക്ഡ് ബൈ മീ. ഇതാണ് ഇതിന്റെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത്. your bag is being checked by me. ഇനി your bags എന്നാണെങ്കിൽ your bags are being checked എന്ന് നമ്മൾ ചേർക്കുന്നു. ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് അനുസരിച്ച് ഇവിടെ നമ്മൾ ഇതിൽ മാറ്റം വരുന്നു. എന്തിൽ മാറ്റം വരുന്നു? ഇത് ഹെൽപ്പിംഗ് വേർബിൽ മാറ്റം വരുന്നു. ഇനി ഉദാഹരണം മാറ്റം നോക്കാം. She is insulting me. She is insulting me. I am being insulted by her എന്നാണ് ഉത്തരം കിട്ടുക. I am being insulted by. ഇവിടെയൊക്കെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പഠിക്കാനുള്ളത്. ഉദാഹരണമായിട്ട് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് ബീയിങ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് V3 എന്ന് പറയും. തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ സബ്ജക്റ്റ് ബൈ ഏജന്റ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ.
ഇനിയും ഉദാഹരണങ്ങൾ വെച്ച് ചെയ്യാം. We are planning a trip to Ooty. We are planning a trip to Ooty. ഇവിടെ നമ്മൾ പ്ലാൻ എന്നുള്ള വെർബിനോട് നമ്മൾ ചോദിക്കുകയാണ് ആരിനെ പ്ലാൻ ചെയ്യുന്നു, എന്തിനെ പ്ലാൻ. അപ്പൊ a trip to Ooty എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇത് വെർബ്, ഇത് സബ്ജക്റ്റ്, ഇത് വെർബ്, ഇത് സബ്ജക്റ്റ്, ഇത് a trip to Ooty എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. SVO പാറ്റേണിലുള്ള ഒരു സെന്റൻസ്, SVO പാറ്റേണിലുള്ള ഒരു സെന്റൻസ് നമ്മൾ OVS പാറ്റേണിൽ മാറ്റാണ്. എ ട്രിപ്പ് ടു ഊട്ടി ഈസ് ബീങ് പ്ലാൻഡ് ബൈ അസ്. ഇതാണ് ഇതിന്റെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന രീതി. ഇത്തരം കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ ഓബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പിംഗ് വേർബിൽ മാറ്റം വരുത്തണം. ഓബ്ജക്റ്റിനനുസരിച്ച് ഹെൽപ്പിംഗ് വേർബിൽ മാറ്റം വരുത്തണം എന്നർത്ഥം. അതായത് ഓബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബും ഈസ് ആയിരിക്കണം. ഓബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആം ആയിരിക്കണം. ഓബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആർ ആയിരിക്കണം. അതിനോടൊപ്പം ബീങ് എന്നുള്ള വാക്കും കൂടി കൂട്ടിച്ചേർത്ത് മൂന്നാമത്തെ ഫോം എല്ലാ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വി മസ്റ്റ് യൂസ് ഓൺലി ദ തേർഡ് ഫോം ഓഫ് ദ വേർബ്. നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ വേർബിന്റെ മൂന്നാമത്തെ ക്രിയയുടെ മൂന്നാമത്തെ രൂപം ഉപയോഗിക്കണം. ബൈ അസ് എന്നോ ബൈ ഏജന്റ് എന്നോ ഉപയോഗിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഒരു ടെൻസിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുമ്പോൾ ഒരു ആക്റ്റീവ്, when we are changing an active voice from present continuous tense to continuous tense, that we must use, firstly we must use object plus is or am or are plus being plus the third form of the verb plus by agent. By agent എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഏതാണ്ട് 5 ടെൻസിൻ്റെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി അടുത്തത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ഇതിനൊക്കെ പൊതുവായ ഒരു ഗുണമുണ്ട്. സിമ്പിൾ പ്രസൻറ്റിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓബ്ജക്റ്റ് പ്ലസ് ഈസ് ആം അല്ലെങ്കിൽ ആർ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ ഏജന്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് പ്ലസ് ഈസിനും ആമിനും ആറിനും പകരം വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ്. അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് ആം ആർ പ്ലസ് ബീങ് ആണെങ്കിൽ ഇത് വാസ് വേർ ബീങ് ആണ്. ഇനി നമ്മൾ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞുപോയ ഒരു കാലത്ത് പൂർത്തിയാക്കപ്പെട്ടത്. എല്ലാ കഴിഞ്ഞുപോയ കാലത്തും പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞുപോയ കാലത്ത് പൂർത്തിയാക്കപ്പെടുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, 2 പ്രവൃത്തി നടക്കുകയാണ്. അതിൽ ആദ്യത്തെ പ്രവൃത്തിയെ സൂചിപ്പിക്കാനും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ടു എക്സ്പ്രസ് ദ ഫസ്റ്റ് ആക്ഷൻ ബിറ്റ്വീൻ 2 എന്നാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും അത് കഴിഞ്ഞു, അല്ലെങ്കിൽ അതെങ്കിലും ആദ്യമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും വണ്ടി പോയി കഴിഞ്ഞിരുന്നു, ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? ട്രെയിൻ പോയതാണ്. ട്രെയിൻ പോയത്, ഞാൻ അവിടെ എത്തി. 2 പ്രവൃത്തിയുണ്ട്. ഇതിൽ ആദ്യത്തെ പ്രവൃത്തി ട്രെയിൻ പോയ പ്രവൃത്തിയാണ്. ആ ട്രെയിൻ പോയ പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കുന്നു. When I reached the railway station, the train had gone, the train had left എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി ഹാഡ് ഉപയോഗിച്ചും രണ്ടാമത് നടന്ന പ്രവൃത്തി ഡിഡ് ഉപയോഗിച്ചും നമ്മൾ പറയാറുണ്ട്. അതാണ് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗം. ഇവിടെ നമ്മൾ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ പറയാം.
We had made a house. We had made a house. നേരത്തെ പറഞ്ഞതുപോലെ ഇത് സബ്ജക്റ്റ്, had made എന്നുള്ളത് verb, a house എന്നുള്ളത് object. അപ്പം SVO പാറ്റേണിൽ നിന്ന് OVS പാറ്റേണിലേക്ക് മാറ്റണം. ഇതിന്റെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഫോർമുല, ഓബ്ജക്റ്റ് പ്ലസ് ഹാഡ് എന്നുള്ളത് had been out, had been plus V3. V3 means the third form of the verb, past participle form of the verb എന്ന് പറയും. Plus by agent, by subject. ഈ കാര്യങ്ങൾ നമ്മൾ ഒരു കള്ളിയിൽ ഇങ്ങനെ വരും. Formula. So formula. When we change the active voice of the past perfect tense into passive voice, we must use this formula: object plus had been plus V3, the third form of the verb, plus by agent. So see that we had made a house എന്നുള്ളത് a house had will change as had been made by us എന്നായി മാറുന്നു. A house had been made by us. Okay, അപ്പം നമ്മൾ ഹാഡ് എന്നുള്ളത് ഹാഡ് ബീൻ ആവുകയും നേരത്തെ ഹാസ് എന്നുള്ളത് ഹാസ് ബീൻ ആവുകയും ഹാവ് ബീൻ ആവുകയും ചെയ്യുന്നു. ഒരു പൊതുവായിട്ടുള്ള വ്യത്യാസങ്ങൾ, പൊതുവായിട്ടുള്ള സാമ്യങ്ങൾ, ഒരു കോമൺ സിമിലാരിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിന് സിമ്പിൾ പാസ്റ്റില്, പ്രസന്റ് കണ്ടിന്യൂസില്, പാസ്റ്റ് കണ്ടിന്യൂസില്, പ്രസന്റ് പെർഫെക്റ്റ്ലി, പ്രസന്റ് പെർഫെക്റ്റില്, പാസ്റ്റ് പെർഫെക്റ്റ്ലി, ഇത്തരം കാര്യങ്ങളിൽ കോമൺ ഒരു സിമിലാരിറ്റീസും കോമൺ ഡിഫറൻസും മനസ്സിലാക്കിയാൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. സോ ഹൗസ് ഹാഡ് ബീൻ മെയ്ഡ് ബൈ അസ്. We had made a house had been made by us. ഇവിടെ ഓബ്ജക്റ്റ് ആണ്, had been made എന്നുള്ളത് verb ആണ്, by us എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. അപ്പോൾ OVS പാറ്റേണിലേക്കാണ് നമ്മൾ മാറ്റി പഠിച്ചത്. ഇങ്ങനെയാണ് എല്ലാ കാര്യം. ഇനിയും നമുക്ക് ചെയ്തു പഠിക്കും. കാരണം ഈ ടെൻസിൽ ഒരു ഓക്സിലറി വേർബ്, ഒരു ഹെൽപ്പിംഗ് വേർബ് മാത്രമേ ഉള്ളൂ. അത് ഹാഡ് ആണ്. ആ ഹാഡ് ഉള്ളത് കൊണ്ട് ഹാഡ് ബീൻ ആവുന്നു. ഒന്നും പറയാൻ ഓബ്ജക്റ്റ് നമ്മൾ വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും എന്തായാലും അത് ഹാഡ് ബീൻ ആവുള്ളൂ. ഷാജഹാൻ മറ്റൊരു ഉദാഹരണമാണ്. ഷാജഹാൻ ഹാഡ് ലവ്ഡ് മുംതാസ്. ഷാജഹാൻ ഹാഡ് ലവ്ഡ് മുംതാസ്. ഇവിടെ നമ്മൾ എസ് വി ആണ്, എസ് വി ഓഫ് ഹാഡ് ലവ്ഡ് എന്നുള്ളത് വി ആണ്, മുംതാസ് എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. സോ ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ചു. അപ്പം ലവ്ഡ് മുംതാസ്. അപ്പം ഷാജഹാൻ ഹാഡ് ലവ്ഡ് മുംതാസ്. അപ്പം മുംതാസ് എന്നുള്ള ഓബ്ജക്റ്റിന് മുംതാസ്, ഹാഡ് എന്നുള്ളത് ഹാഡ് ബീൻ ഔട്ട്, ഹാഡ് ബീൻ ലവ്ഡ് ബൈ ഷാജഹാൻ. മുംതാസ് ഷാജഹാനാൽ സ്നേഹിക്കപ്പെട്ടു. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓബ്ജക്റ്റ് ആണ് മുംതാസ്. ഇവിടെ ഓബ്ജക്റ്റ് ഇങ്ങോട്ട് വരുന്നു. വി ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ മുംതാസ്. ദാറ്റ് മീൻസ് വി ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ ഓബ്ജക്റ്റ്. ഇറ്റ് ഈസ് കോൾഡ് പാസീവ് വോയിസ്. ഇത് SVOയിൽ നിന്ന് OVSലേക്ക് മാറ്റുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഇതിൽ പഠിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഫോർമുലയാണ്. ഇത് ഈ ഓബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ബൈ ഏജന്റ്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല മാത്രം മനസ്സിൽ ഓർമ്മയുണ്ടായാൽ നമുക്ക് മാറ്റം വരുന്നത് യാതൊരു ബുദ്ധിമുട്ടും വരുമല്ല. പിന്നെ ഉദാഹരണമായിട്ട് നമ്മൾ ഓരോ ടെൻസിലും ഓരോ രീതിയിലാണ് മാറ്റം. വളരെ അതിൻ്റെ സിമിലാരിറ്റി, വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ സാമ്യത മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ ഒരു സീരീസ് എന്ന രീതിയിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ആദ്യം കാണുമ്പോൾ ബുദ്ധിമുട്ട്, കേൾക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട്. പക്ഷെ ഇത് പഠിക്കാൻ തുടങ്ങിയാൽ രസകരമായിട്ട് നമുക്ക് അതിൻ്റെ പരമ്പരകൾ ഓർത്തു വെക്കാനുള്ള ഒരു സാമ്യതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ സാമ്യതയാണ് നമ്മൾ ഇതിലേക്ക് വീണ്ടും വീണ്ടും താല്പര്യമുള്ളതാക്കി മാറ്റുന്നത്. മലയാളത്തിൽ ഈ പറഞ്ഞു പഴകിയ ഈ വാചകങ്ങൾക്ക്
അത് നമ്മൾ ഒരുപാട് പഴകിയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണി പ്രയോഗം, ഇത്തരം കാര്യങ്ങൾ ഇംഗ്ലീഷിൽ 9 ടെൻസുകളിലും വ്യത്യസ്തമായ രീതിയിലാണ്. 12 ടെൻസുകൾ ഇംഗ്ലീഷിലുണ്ടെങ്കിലും 9 ടെൻസിൽ മാത്രമേ നമ്മൾ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ള പ്രയോഗമുള്ളൂ. ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നില്ല എന്നർത്ഥം.